മുടി കൊഴിച്ചിലുണ്ടല്ലോ, തലമുടി കൊഴിച്ചിൽ എളുപ്പം മാറാനൊക്കെ ആയിട്ടും മുടിയുടെ വേരുകൾക്ക് മുതൽ അകാലനരയൊക്കെ തുടങ്ങുന്ന ആളുകൾക്കൊക്കെ പുതിയ മുടി കിളുക്കുന്നത് മുതൽ നല്ല കറുപ്പായിട്ട് വളരാനായിട്ട് ഇതുപോലെ നിങ്ങൾ ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് 2 ആഴ്ച ഒക്കെ ഇരുന്നാലും കേട് വരത്തില്ല. അപ്പോൾ ഇത് ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് വെറുതെ തല കഴുകി വിട്ടാലും തലമുടി നരയ്ക്കുന്നത് തടയും, മുടി കൊഴിച്ചിലും മാറും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ട ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡറാണ്, നീലമരിയുടെ പൗഡർ കേട്ടോ. അപ്പോൾ ഈ നീലമരിയുടെ പൗഡർ നിങ്ങൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നീലമരിയുടെ ഒക്കെ ചെടി വീട്ടിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല ഊർത്തി ഇട്ടിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഉള്ളവർക്ക് ഇതുപോലെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഇൻഡിഗോ പൗഡറും നെല്ലിക്കയുടെ പൊടിയാണെങ്കിലും മൈലാഞ്ചിയുടെ പൗഡറൊക്കെ ആണെങ്കിലും നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല നാച്ചുറലായിട്ട് കറുപ്പ് വരാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 1 സ്പൂൺ ഇൻഡിഗോ പൗഡറും അതായത് നീലമരി പൊടിയും 1 സ്പൂണോളം വരുന്ന രീതിയിൽ നെല്ലിക്ക പൊടിയും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി. ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിനകത്തേക്ക് ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ 4-5 ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ താരം മാറാനും നല്ലതാണ്, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് ഉലുവ കേട്ടോ. അപ്പോൾ 1 സ്പൂണോ 2 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. അകാലനര മാറാനായിട്ട് ഈ കറിവേപ്പില നല്ലതാണ്. അപ്പം കറിവേപ്പിലയിൽ 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തലമുടിക്ക് നല്ല മണവും കിട്ടും. നമുക്ക് തലയിൽ പുതിയ പുതിയ മുടികൾ കിളിർക്കാൻ നല്ലതാണ് റോസ്മേരിയുടെ ലീഫ്. അപ്പം ആ റോസ്മേരിയുടെ ലീഫ് ഉള്ളവർക്ക് ഒരു നുള്ള ഇട്ട് അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് മൈലാഞ്ചിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ ഇല നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ മൈലാഞ്ചിയുടെ ഇല നിൽപ്പുണ്ടെങ്കിൽ അത് ഊർത്തിട്ട് കൊടുത്താൽ മതി. പിന്നെ നെല്ലിക്കയുടെ പൊടി ഇടണമെന്ന് തന്നെയില്ല, നെല്ലിക്ക പച്ചനെല്ലിക്ക ഉണ്ടെങ്കിൽ പച്ചനെല്ലിക്ക ഇതിനകത്തേക്ക് ചീമ്പി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ തേയിലയില്ല 1 സ്പൂൺ തേയില വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തേയിലതിനകത്തേക്ക് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ തേയിലതിനകത്തേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ പിന്നീട് കോഫി പൗഡർ ഇടുക ചെയ്തത്. അപ്പം നിങ്ങൾക്ക് തേയില ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഗ്രേ ആയിട്ട് വരുന്ന ഹെയർ ഇല്ലേ, അത് ഒരു കറുപ്പ് മുടിയിലേക്ക് വരാനായിട്ട് വളർന്നു വരാനായിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിലും അകാലനര മാറാൻ നല്ലതാണ് കേട്ടോ. നിങ്ങൾ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട തേച്ച് പിടിപ്പിക്കേണ്ട, കാരണം ഇപ്പം മഴക്കാലമല്ല, അപ്പോൾ തണുപ്പാണ്. അപ്പം നിങ്ങൾ വെറുതെ കഴുകി വിട്ടാൽ മതിയല്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാനതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ കോഫി പൗഡറായിട്ട് ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേയിലപ്പൊടിയോ കോഫി പൗഡറോ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാവേ. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മളിത് കുറച്ച് നേരം സെറ്റാകാൻ വെച്ച് കഴിയുമ്പം ഇതുപോലെ ഒരു കളറിലേക്ക് വരും. അപ്പം നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണ് തിളപ്പിക്കുന്നതെങ്കിൽ കറുത്ത കളറിൽ വരും. ഞാൻ നേരത്തെ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പം ആ വീഡിയോ കാണാത്തവരാരെല്ലാം കൊണ്ട് ഒന്ന് ലിങ്ക് ചോദിക്കുമെന്ന് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളിതൊന്ന് അരിപ്പയിൽ നല്ല രീതിയിൽ അങ്ങനെ അരിച്ചെടുക്കണേ. അരിച്ചെടുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു മാസം 2 മാസമൊക്കെ ഇരിക്കും. കേടാവാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് മുടി കിളിർക്കാൻ നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്, സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാനായിട്ട് മെയിനായിട്ട് നല്ലതാണ് കേട്ടോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 1-2 ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ വെള്ളത്തിലൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ പൊടിയൊക്കെ ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം പിന്നീട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലില്ലേ അതിലേക്ക് ആക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് കപ്പിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ തല കഴുകി വിടാം. അതല്ലെങ്കിൽ സ്കാൽപ്പിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ്. ഇനിയിപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും നമ്മുടെ നെല്ലിക്കയുടെയും ശികാക്കായുടെയും ഈ നീലമരിയുടെ ഒക്കെ പൗഡർ കോംബോ ഓഫറിൽ വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ കോംബോയുടെ പാക്കിൻ്റെ ലിങ്ക് ഇട്ടുതരാം, നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കയറി വാങ്ങിച്ചോ. അപ്പോൾ നല്ലൊരു ഇട്ട് വേണ്ടി കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ.